യോടെ ഒരു ദിവസം ഇങ്ങോട്ട് വയലിന് പോകുമ്പോഴാണ് എന്നെ ഈ പള്ളിയുടെ മുമ്പിൽ വെച്ച് രണ്ട് ഉസ്താദുമാരും രണ്ട് ചെറുപ്പക്കാരും കൂടി കൈ കാണിച്ചു നിർത്തി. എന്നോട് പറഞ്ഞു, ഉസ്താദെ, ഈ പള്ളിയുടെ അവിടെ ഒന്ന് ഉസ്താദ് വയല് പറയണം. ഞാൻ 1989 മുതൽ സജീവമായി മതപ്രഭാഷണ രംഗത്തുണ്ട്. 82 മുതൽ ഞാൻ വാത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. 32 കൊല്ലമായി അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഈ മതപ്രഭാഷണവുമായി പോകുന്ന ഒരു വ്യക്തിയാണ്. ഈ പുത്തനത്താണിയുടെ ഈ പരിസരത്ത് ഞാൻ പ്രസംഗിക്കാത്ത സ്ഥലങ്ങൾ വളരെ 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 കുറവാണ്. ഇതിനപ്പുറത്തും ഇപ്പുറത്തും ഈ ചരണ്ട മുകളിലൊക്കെ എത്രയോ കാലഘട്ടങ്ങൾക്ക് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വേണമെങ്കിൽ പറയാൻ ഞാൻ മതപ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ട് എന്നോട് ചെറുപ്പക്കാർ പറഞ്ഞത്, ഉസ്താദ് ഇവിടെ ഒരു ദിവസം വന്ന് ഒന്ന് പ്രസംഗിക്കണം. എന്താ കാരണം? ഈ പള്ളി 6 വർഷത്തിലധികം പൂട്ടിക്കിടന്ന പള്ളിയാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. അത് കേട്ടപ്പോ ഞെട്ടിപ്പോയി. പടച്ചറബേ, മലപ്പുറം ജില്ലയിൽ മുസ്ലിങ്ങളുടെ ഈറ്റില്ലവും പോറ്റില്ലവും ലോകത്തിന് തന്നെ മാതൃകയായി വിളങ്ങി നിൽക്കുന്ന തിളങ്ങി നിൽക്കുന്ന മലപ്പുറം എന്ന് കേട്ടാൽ അഭിമാനത്തിൽ ചോര തിളക്കണമെന്ന് നമ്മൾ പ്രസംഗിക്കുന്ന ആ നാട്ടില് അള്ളാഹുവിന്റെ പള്ളി പൂട്ടുകയോ? കേൾക്കുമ്പോൾ മൂക്കത്ത് വിരൽ വെക്കാനേ സാധിച്ചുള്ളൂ. അതേ ഉസ്താദെ, 6 വർഷം ഈ പള്ളി ആരുമാരും ചോദിക്കാനില്ലാതെ, ആരുമാരും ശുശ്രൂഷിക്കാനില്ലാതെ ഈ പള്ളി, ഈ ഹൈവേയുടെ തീരത്തുള്ള ഈ പള്ളി പൂട്ടിക്കിടന്നു. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, വമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹ്. അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുന്നത് തടസ്സപ്പെടുത്തുന്ന ആളുകളെക്കാൾ ലോകത്തെ ഏറ്റവും വലിയ അക്രമി ആരാണുള്ളത്? അള്ളാഹുവിന്റെ പള്ളിയെ തടസ്സപ്പെടുത്തുന്നവനേക്കാൾ ഭൂമി ലോകത്തെ അക്രമി ആരാണുള്ളത്? സഹോദരന്മാരെ, അപ്പൊ 6 വർഷം ഈ പള്ളി ഇവിടെ നിസ്കാരത്തിന് തുറന്നു കൊടുക്കാൻ വയ്യാതെ, ആരുമാരും സംരക്ഷിക്കാനില്ലാതെ ഈ പള്ളി പൂട്ടിക്കിടന്നതിന് സുഹൃത്തുക്കളെ, അള്ളാന്റെ കോടതിയിൽ നമ്മൾ മറുപടി പറയേണ്ടി വരില്ലേ? ഒരു പള്ളി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇപ്പോൾ പ്രശ്നത്തിൽ എന്താ കുഴപ്പം? ബാബരി മസ്ജിദിന്റെ പ്രശ്നം 92-ൽ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു. പലരും എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ജുഡീഷ്യറിയിൽ ഇരിക്കുമ്പോൾ പല ജഡ്ജിമാരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, മിസ്റ്റർ സക്കാഫി, ഒരു സൊല്യൂഷൻ ആയിക്കൂടെ? അവർ വളരെ സിമ്പിളായിട്ട് ചോദിക്കുന്നതാണ്, നിങ്ങൾക്കിപ്പോ അവിടെ തന്നെ പള്ളി കയറ്റണമെന്നില്ലല്ലോ. ഒരു വിഭാഗം പറയുന്ന അവിടെ ശ്രീരാമൻ ജനിച്ച സ്ഥലമാണ്, വേറൊരു വിഭാഗം പറയുന്നു അവിടെ സീതാദേവിയുടെ അടുക്കളയാണ്. ത്രേതായുഗത്തിന്റെ അവതാരമായ ശ്രീരാമൻ അവിടെയാണ് ജനിച്ചതത്രേ. എങ്കിൽ ആ അവകാശം സംബന്ധിച്ചുകൊണ്ട് അവരവിടെ അമ്പലം കയറ്റിക്കോട്ടെ. നിങ്ങൾക്ക് കുറച്ചപ്പുറത്ത് ഇതിന്റെ 10 ഇരട്ടി വലിപ്പമുള്ള ഒരു പള്ളി ഞങ്ങൾ എല്ലാവരും വേണമെങ്കിൽ സഹകരിച്ച് കയറ്റിക്കളാം. അങ്ങനെ ഒരു കോംപ്രമൈസിന് നിങ്ങൾക്ക് തയ്യാറായിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ ആര് കേട്ടാലും ഒറ്റയടിക്ക് ശരിയാ, നമുക്ക് ഒരാൾക്കും കുഴപ്പമില്ല, ഒരു ചെറിയൊരു പള്ളി വായിന് വലിയൊരു പള്ളിയും കിട്ടി, നാട്ടിലെ പ്രശ്നങ്ങളും തീർന്നു. പക്ഷെ നമ്മൾ വിചാരിച്ച തീരുന്നതല്ല. സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ ഐക്യരാഷ്ട്രസഭയോ ബാൻകിമൂറോ ബറക് ഒബാമയോ വിചാരിച്ചാൽ തീരുന്നതല്ല ബാബരി മസ്ജിദിന്റെ ഈ പാക്കേജ്. എന്തുകൊണ്ട്? ഒരു സ്ഥലം അല്ലാഹുവിന്റെ പള്ളിയായി ഒരാൾ വഖഫ് ചെയ്താൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ നിയമമില്ല അല്ലാഹുവല്ലാതെ. ഞാൻ അറിയുന്നു, മർഹൂം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ സ്വർഗത്തിന്റെ ദർജ കൊണ്ട് ഉയർത്തി കൊടുക്കട്ടെ, ആമീൻ. മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്ത പള്ളിയാണ് ഈ പള്ളി. അദ്ദേഹം അന്ന് ഈ പള്ളിയിൽ വന്ന് നിസ്കരിച്ചുകൊണ്ട്, ഈ പള്ളി അള്ളാഹുവിന് വേണ്ടി പൊതുമുസ്ലിമീങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട പള്ളിയാണ്. പ്രിയപ്പെട്ടവരെ, ആ വഖഫ് ചെയ്യപ്പെട്ട പള്ളി ഇനി മാറ്റാൻ ഈ നാട്ടിലെ മുഴുവൻ മൗലിയാമാരും മുശാവറ കൂടിയിട്ട് കാര്യമില്ല. ഈ നാട്ടിലെ മുഴുവൻ തങ്ങന്മാരും, ഈ ലോകത്തെ മുഴുവൻ തങ്ങന്മാരും മൗലിയാമാരും കൂടി ഒരു തീരുമാനം എടുത്താലും അത് മാറ്റാൻ ഒക്കത്തില്ല. ഒരു പള്ളി പള്ളിയായിട്ട് വഖഫ് ചെയ്താൽ ലോകാവസാനം വരെ അത് പള്ളി തന്നെയാണ്. അത് പിന്നെ ഒരു സൊല്യൂഷനും അതില്ല. അതാണ് നമ്മൾ ബാബരി മസ്ജിദിന്റെ കാര്യത്തിലുള്ള നമ്മളും പെട്ടുകിടക്കുന്ന കാര്യം. അല്ലാതെ നമ്മൾക്കൊരു കോംപ്രമൈസിന് താല്പര്യമില്ലാഞ്ഞിട്ടോ വിട്ടുവീഴ്ചക്ക് തയ്യാറാവാത്ത സമുദായമല്ല മുസ്ലിങ്ങള്. ലോകത്തിലെ ഏറ്റവും അധികം വിട്ടുവീഴ്ചക്ക് തയ്യാറായ വർഗമാണ് മുസ്ലിങ്ങള്. മുസ്ലിങ്ങളെ പോലെ വിട്ടുവീഴ്ചക്ക് തയ്യാറായ ഒരു സമുദായം ലോക ചരിത്രത്തിൽ കാണില്ല. ഹബീബുനാ വസയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ വിട്ടുവീഴ്ചയുടെ എല്ലാ അർത്ഥവും ലോകത്ത് കാണിച്ചു തന്ന പ്രവാചകനാണ്. എത്ര ഉദാഹരണം വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഉഹദ് യുദ്ധക്കളത്തിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട എളാപ്പയായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ
ലോകം കണ്ട ഏറ്റവും മ്ലേച്ഛമായ നിലക്ക്, ഭീകരമായ നിലക്ക് കൊലപ്പെടുത്തി ഹംസ റളിയല്ലാഹു അൻഹുവിനെ. ഇന്ന് നമ്മൾ പത്രം വായിക്കുമ്പോൾ കാണാം, പാകിസ്ഥാനിന്റെ പട്ടാളക്കാർ ഇന്ത്യയുടെ ബോർഡറിൽ കയറിക്കൊണ്ട് വെടിവെപ്പ് നടത്തിയിട്ട് ഇന്ത്യയിലെ പട്ടാളക്കാരനെ കൊന്നതിന്റെ ശേഷം ഇന്ത്യയിലെ പട്ടാളക്കാരന്റെ കണ്ണ് ചൂന്നെടുത്തു, ഇന്ത്യയിലെ പട്ടാളക്കാരന്റെ ജനനേന്ദ്രിയം മുറിച്ചു കളഞ്ഞു, ഇന്ത്യയിലെ പട്ടാളക്കാരന്റെ ശരീരം വികൃതമാക്കി ഛിന്ന ഭിന്നമാക്കി എന്ന്. പ്രിയപ്പെട്ടവരെ, എന്നാൽ നിങ്ങൾക്കറിയോ, ഉഹദ് യുദ്ധക്കളത്തിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ പിതൃവ്യനായ എളാപ്പയായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ വഹ്ശി എന്ന് പറയുന്ന അടിമ മറഞ്ഞിരുന്നുകൊണ്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ആയുധം എറിഞ്ഞുകൊണ്ട് കൊലപ്പെടുത്തപ്പെട്ടു. ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായി ഉഹദിൽ വീണ് മരിച്ചു എന്ന് ഉറപ്പാക്കിയതിന്റെ ശേഷം ഹിന്ദ് എന്ന് പറയുന്ന വഹ്ശി എന്ന് പറയുന്ന അടിമ തന്റെ യജമാനത്തിയായ ഹിന്ദിനെ വിളിച്ചു വരുത്തി, അബൂ സുഫിയാന്റെ ഭാര്യയായ ഹിന്ദിനെ വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു, ഹിന്ദേ, നീ എന്നോട് യുദ്ധത്തിന് ഉഹദിലേക്ക് പോരുമ്പോൾ ചെയ്തിരിക്കുന്ന സപ്പോർട്ട് എന്തായിരുന്നു? ഈ യുദ്ധത്തിൽ മുഹമ്മദിനെ, ഒന്നിരിക്കൽ അലിയെ, അല്ലെങ്കിൽ ഹംസയെ, മൂന്നിലൊരാളെ നീ കൊന്നുകഴിഞ്ഞാൽ നീ ഇന്നു മുതൽ അടിമയല്ല, മാത്രമല്ല നീ സ്വതന്ത്രയാണ്, മാത്രമല്ല മുഹമ്മദിനെ, ഹംസനെ, അലിനെ, ഈ മൂന്നിലൊരാളെ നീ കൊന്നുകഴിഞ്ഞാൽ അടിമയായ നിനക്ക് ഉടമസ്ഥയായ ഞാൻ കിടപ്പറയിൽ ഒരുമിച്ച് ശയിക്കാം, എന്റെ ശരീരം നിനക്ക് പങ്കുവെക്കാം, അടിമയായ നിനക്ക് ഉടമസ്ഥയായ എന്റെ ശരീരത്തിൽ വീഴ്ച നടത്താനുള്ള പരമാധികാരം വരെ ഞാൻ ചെയ്യാമെന്ന് ശരീരത്തിന് വില പറഞ്ഞിട്ടാണ് അടിമയായിരിക്കുന്ന വഹ്ശിയെ യുദ്ധക്കളത്തിലേക്ക് പറഞ്ഞയച്ചത് ഹിന്ദ്. മറഞ്ഞിരുന്നുകൊണ്ട് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പുറകുവശത്തിൽ നിന്ന് ചാട്ടുളി എറിഞ്ഞിട്ട് ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായിക്കൊണ്ട് കമിഴ്ന്നടിച്ചു വീണപ്പോൾ അരമണിക്കൂർ സമയം മരണപ്പെട്ടു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി കാത്തിരുന്നു വഹ്ശി. കമിഴ്ന്ന് കിടക്കുന്ന ഹംസത്തുൽ കറാറിനെ മലർത്തി കിടത്തിക്കൊണ്ട് ആ നെഞ്ചിലേക്ക് അങ്ങ് കയറിയിരുന്നിട്ട് തന്റെ കയ്യിലുള്ള കടാര ഹംസയുടെ നെഞ്ചത്ത് കുത്തി ഇറക്കിയിട്ട് രണ്ട് കഷ്ടമായി ബൈപ്പാസ് സർജറി നടത്തുന്നത് പോലെ ചെസ്റ്റ് രണ്ട് ഭാഗത്തേക്ക് മുറിച്ച് പിളർത്തി വെച്ചിട്ട് തന്റെ രണ്ട് കൈയും അതിന്റെ അകത്തേക്ക് കടത്തിയിട്ട് ആ ലിവറിന്റെ കരളിന്റെ കൊലഞ്ഞു വലിച്ചെടുത്തിട്ട് ഹിന്ദിന്റെ കയ്യിൽ അങ്ങ് കൊടുത്തു. ഹിന്ദ് എന്ന് പറയുന്ന പെണ്ണ് ആ ലിവറിന്റെ കൊലയെടുത്ത് പച്ചക്കിട്ട് അവളുടെ വായിലേക്ക് ഇങ്ങനെ കരൾ ചവച്ച് 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 ചവച്ചിട്ട് ഫു എന്ന് പറഞ്ഞ് അവസാനം ഒന്നാകെ തുപ്പി. എന്നിട്ടും അവളുടെ ആവേശം തീരാതെ വഹ്ശിയുടെ കയ്യിൽ നിന്ന് കൊടുവാളിഞ്ഞ് വാങ്ങിച്ചിട്ട് ഹംസയുടെ രണ്ട് കണ്ണും നഗ്നമായി ചൂന്നെടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ടും വികാരം തീരാതെ ആ കയ്യിലുള്ള കൊടുവാളിഞ്ഞ് വാങ്ങിച്ചെടുത്തിട്ട് ഹംസയുടെ ജനനേന്ദ്രിയം ഒന്നാകെ മുറിച്ചു നീക്കം ചെയ്ത് കളഞ്ഞു. എന്നിട്ടും തീരാത്ത വൈരാഗ്യം കൊണ്ട് ആ സ്ത്രീ എന്തു ചെയ്തെന്നറിയോ? ഹംസയുടെ കുടലെടുത്തുകൊണ്ട് കഴുത്തിലിട്ട് മാലയിട്ടു. എന്നിട്ടും തീരാത്ത അഭിനിവേശം ഹംസത്തുൽ കറാറിന്റെ തല മുറിച്ചെടുത്തിട്ട് തലക്കൊരു ദൂരമുണ്ടാക്കിയിട്ട് തണ്ണിമത്തൻ ജ്യൂസ് അടിക്കാൻ നമ്മൾ തുറക്കുന്നത് പോലെ അതിന്റെ അകത്തേക്ക് കൈയിട്ടിട്ട് ഹംസത്തുൽ കറാറിന്റെ തലച്ചോറ് മുഴുവൻ വാരി വലിച്ചു കളഞ്ഞിട്ട് ഒരു പാത്രം പോലെയാക്കി ഹംസത്ത് റളിയല്ലാഹു അൻഹുവിന്റെ തലയോട്ട്. എന്നിട്ട് ആ പെണ്ണ് ഉഹദ് പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, മദീനക്കാരെ, നിങ്ങളുടെ ആരുടെയും കൈവശം മുന്തിരിയുടെ കല്ലിരിക്കുന്നുണ്ടോ? നിങ്ങളുടെ ആരുടെങ്കിലും കൈവശം മുന്തിരിയുടെ കല്ലിരിക്കുന്നുണ്ടോ? എന്തിനാണ് മുന്തിരിയുടെ കല്ലിരിക്കുന്നതെന്നോ? എനിക്ക് ഹംസയുടെ തലയിൽ കുറച്ച് മുന്തിരിക്കല്ല് പാർന്ന് കുടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് മദീനയിൽ കല്ല് വിൽപ്പന നടത്തുന്ന, മദ്യം വിൽക്കപ്പെടുന്ന ആളുകളെ, നിങ്ങളുടെ ആരുടെങ്കിലും കൈവശം മുന്തിരിയുടെ കല്ലിരിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ അടുത്ത് കൊണ്ടുവരൂ. എനിക്ക് ഈ ഹംസയുടെ തലയോട്ടിയിൽ കല്ല് പാർന്ന് കലക്കി കുടിക്കണമെന്ന് ഉഹദ് പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് അട്ടഹാസം ഒഴുക്കിപ്പോയ ആ രാക്ഷസയ്ക്ക് തുല്യമായ സ്ത്രീയുണ്ടല്ലോ, ഇസ്ലാമിലെ ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനം എത്രയാണ് നിങ്ങൾക്കറിഞ്ഞുകൂടെ? വിവരമില്ലാത്ത സാധുക്കളായ നമുക്കറിയാം എന്തെന്ത് പ്രയാസമാണുള്ളത്. നമ്മൾ വെള്ളിയാഴ്ച പള്ളിയിൽ ഖുത്ബ നിർവഹിക്കുന്ന സമയത്ത് അമീറുൽ മോമിനീങ്ങളുടെ പേര് പറയുന്നത് കേട്ടിട്ടില്ല നിങ്ങൾ? അബൂബക്കർ സിദ്ദീഖ്, ഉമറുൽ ഫാറൂഖ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ താലിബ് കറമല്ലാഹു വജ്ഹഹു എന്ന് പറഞ്ഞിട്ട് രണ്ട് വ്യക്തികളുടെ പേര് അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. വഅമ്മൈ നബിക ഹംസത വൽ അബ്ബാസ്, അല്ലാഹുവിന്റെ റസൂലിന്റെ എളാപ്പയായ ഹംസയുടെയും അബ്ബാസിന്റെയും പേര് പറയുന്നു.
അത്ര വലിയ ക്രെഡിറ്റ് ഉള്ള ആളാണ്. അല്ലാഹുവിന്റെ റസൂൽ എളാപ്പക്ക് കൊടുത്തിരിക്കുന്ന സ്ഥാനം അസദുൽ ഇലാഹ്, അല്ലാഹുവിന്റെ സിംഹം എന്ന അവകാശമാണ്, അല്ലാഹുവിന്റെ സിംഹം എന്ന സ്ഥാനമാണ്. അത്ര വലിയ പ്രശംസക്ക് പാത്രീഭൂതനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ തലച്ചോറിന്റെ അകത്ത് കല്ല് പാർന്നു കുടിക്കാൻ വഹ്ശി എന്ന് പറയുന്ന അടിമയുടെ സഹായത്തോടെ ഹിന്ദെന്ന് പറഞ്ഞ പെണ്ണ് ശപം നടത്തിയപ്പോൾ അല്ലാഹു കറാമത്ത് കാണിച്ചു കൊടുത്തു. അവിടെ ആകാശത്തുനിന്ന് കടന്നലികളുടെ കൂട്ടമങ്ങി ഇറങ്ങി വന്നു. അതിലേക്ക് ഹിന്ദിനെ കുത്തി വശിനെ കുത്തി കയ്യിലുള്ള തലയോട്ടി വലിച്ചെറിഞ്ഞിട്ട് ഉഹദ് പർവ്വതത്തിന്റെ മുകളിൽ നിന്നവൾ ശരപരായെന്ന് കീപ്പോട്ടിറങ്ങി വന്നു. യുദ്ധത്തിൽ പരാജയം സംഭവിച്ച മുസ്ലിം സമുദായം 70ഓളം വരുന്ന മുസ്ലിമീങ്ങൾ ആ യുദ്ധത്തിൽ മരണപ്പെട്ടു പോയി. കാഫിരീങ്ങളുടെ ഭാഗത്തുനിന്ന് വളരെ തുലോന്തുച്ചും ആളുകളെ മരിച്ചുപോയുള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ ഓരോരുത്തരുടെയും പേര് പറഞ്ഞിട്ട് അവരുടെ ജനാദ ഖബറടക്കാൻ വേണ്ടി മയ്യത്ത് കൊണ്ടുവരുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഐന അമ്മി, എവിടെയാണ് എന്റെ എളാപ്പ ഹംസ? എന്റെ എളാപ്പയെ കാണുന്നല്ലോ, എവിടെയാണ് എന്റെ ഹംസ എന്ന് ചോദിക്കുമ്പോ സഹാബത്ത് പറയുന്നു, യാ റസൂലല്ലാഹ്, ഹംസനെ കാണാനില്ല. എല്ലാ ഭാഗത്തും ഹംസയുടെ ശരീരത്തിന് വേണ്ടി തെരച്ചിൽ നടത്തി കാണുന്നില്ല. അവസാനം സഹാബത്ത് പോയി നോക്കുമ്പോൾ ഒരു പാറയുടെ മറുഭാഗത്ത് കയ്യിലുണ്ടെങ്കിൽ കാലില്ല, കാലുണ്ടെങ്കിൽ കയ്യില്ല, കുടലുണ്ടെങ്കിൽ കഴുത്തില്ല, കഴുത്തില്ലെങ്കിൽ ഉടലില്ലാത്ത നിലക്ക് വികൃതമാക്കപ്പെട്ട ഒരു ശരീരത്തിന്റെ കുറച്ച് ഭാഗങ്ങളാണ് കിട്ടിയത്. അത് കൊണ്ടുവന്നിട്ട് സ്വഹാബത്ത് ഖബറടക്കാൻ വേണ്ടി കഫൻ ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ കൊണ്ടുവന്നു വെച്ചപ്പോൾ റഹ്മത്തുൽ ലിൽ ആലമീനായ ലോകത്തിന്റെ കാരുണ്യത്തിന്റെ കരുണക്കടലായ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരൊറ്റ ദുആയാണ്, യാ അമ്മി യാ ഹംസ യാ കാശിഫൽ കർബാ, എന്റെ എളാപ്പയായ ഹംസ, നിങ്ങളുടെ ശരീരം ഈ നിലയ്ക്ക് വികൃതമാക്കപ്പെട്ടത് എന്തിന് കാര്യത്തിന് വേണ്ടിയാണ്? നിങ്ങൾ എന്ത് തെറ്റാണ് ഇതിന് മാത്രം ചെയ്തു പോയത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ ഗദ്ഗദത്തോടെ വിധിപ്പിക്കൊണ്ട് ദുആ ചെയ്തു പോയി. അങ്ങനെ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഖബറടക്കാൻ കഴിഞ്ഞിട്ട് മാസങ്ങൾ കഴിയുമ്പോഴാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് കൊലക്ക് കാരണക്കാരെത്തിയായി ഈ പെണ്ണ് കടന്നു വരുന്നത്. ഹംസയുടെ പച്ചക്കരട് ചവച്ചു തുപ്പിയ പെണ്ണ്, ഹംസയുടെ കുടലെടുത്ത് മാലയിട്ട പെണ്ണ്, ഹംസയുടെ ജനനേന്ദ്രിയം കൈകൊണ്ട് മുറിച്ചു കളഞ്ഞ പെണ്ണ്, ഹംസയുടെ കരട് ചൂന്നെടുത്ത പെണ്ണ്, ഹംസയുടെ ചെവി മുറിച്ചു കളഞ്ഞ പെണ്ണ്, ഹംസയുടെ കൈകാലുകൾ ഉണ്ണിപ്പിണ്ടി പോലെ കൊത്തി നുറുക്കപ്പെട്ട പെണ്ണ്, ഹംസയുടെ തലച്ചോറിൽ കല്ല് പാറാൻ വേണ്ടി ശ്രമം നടത്തിയ പെണ്ണ് അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് പറയുന്നു, മുഹമ്മദ് നബിയേ, എനിക്ക് മാപ്പ് തരണം. അള്ളാഹുവിന്റെ റസൂലിന്റെ ഭരണം മദീനയിലെ രാജാവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മദീന കോടതിയിലെ ചീഫ് ജസ്റ്റിസാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ആൾ അവിടെ ചോദ്യം ചെയ്യാനില്ല. അള്ളാഹുവിന്റെ റസൂലിന് പറയായിരുന്നു, ആരെവിടെ? എന്റെ എളാപ്പയെ ഇത്രയും ക്രൂരമായി മൃഗീയമായി കൊലപ്പെടുത്തപ്പെട്ട ഈ പെണ്ണിനെ വെറുതെ വിട്ടുകൂടാ, അവളെയും ഇഞ്ചിഞ്ചായി കൊല്ലൂ സഹാബത്തെ എന്നൊരു വാക്ക് റസൂലുള്ള പറഞ്ഞിരുന്നുവെങ്കിൽ അത് നടപ്പാക്കാൻ കാത്തിരിക്കുകയാണ് മറ്റുള്ള സഹാബത്ത്. അവിടെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നിനക്ക് മാപ്പ് തന്നിരിക്കുന്നു. സ്വഹാബത്ത് അത്ഭുതം ഞെട്ടിത്തെറിച്ചു പോയി. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നിരുപാധികം ഹിന്ദിന് മാപ്പ്, പൊക്കോ. അത് കേട്ടപ്പോഴേ ഹിന്ദു മുസ്ലിമായി സ്വമേധയായി ഇസ്ലാമിലേക്ക് കയറി വന്നു. ഇത്രയും വിനീതനാകാൻ ലോകത്ത് മുഹമ്മദ് റസൂലുള്ളാഹിക്കല്ലാതെ ആർക്കാ കഴിയാ? അപ്പൊ നമ്മൾ മാപ്പ് കൊടുക്കാൻ പഠിച്ചവരാ. ഗുജറാത്തിൽ നമ്മുടെ സഹോദരന്മാരെ ചുട്ടുകൊന്നവരുണ്ട്, ബോംബെയിൽ നമ്മുടെ സഹോദരന്മാരെ വെട്ടിക്കൊന്നവരുണ്ട്, ബാംഗ്ലൂരിൽ നമ്മുടെ സഹോദരന്മാരെ ബോംബിട്ട് കൊന്നവരുണ്ട്, അതുപോലെ തന്നെ ജാംഷഡ്പൂരിലും മീററ്റിലും ബറോഡയിലും മറ്റുമൊക്കെ പറയാൻ അറക്കാൻ നാക്കുകൊണ്ട് പറയാൻ പറ്റാത്ത വികൃതമായ നിലയ്ക്ക് ഈ സമുദായത്തിനെ ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്തപ്പെട്ടവരുണ്ട്. പ്രിയപ്പെട്ടവരെ, അവരോട് അതേ നാണയത്തിൽ തിരിച്ചടിക്കാനല്ല ഇസ്ലാം പറഞ്ഞത്. നമുക്കറിയാം, ഗുജറാത്ത് കലാപത്തിന്റെ കാര്യങ്ങൾ പത്രങ്ങൾ എത്ര സെൻസർഷിപ്പ് ചെയ്തിട്ടും ചിലതൊക്കെ പുറത്തു വന്നതിൽ നമ്മൾ വായിച്ചു. 8 മാസം പ്രായമുള്ള ഗർഭിണിയായ പെണ്ണിനെ പിടിച്ചുകൊണ്ടുവന്ന് അവളുടെ ഗർഭപാത്രം പച്ചക്കിട്ട് കീറിയിട്ട് അതിൽ കിടക്കുന്ന ജീവനുള്ള കുഞ്ഞിനെ വലിച്ചെടുത്തിട്ട് പെട്രോളിന്റെ വെള്ളത്തിൽ മുക്കിയിട്ട് കത്തിച്ച് ആകാശത്തേക്ക് എറിഞ്ഞിട്ട് ബോംബ് പോലെ മനുഷ്യ ബോംബാക്കി മുസ്ലിം സമുദായത്തിലെ കുട്ടികളെ പൊട്ടിത്തെറിപ്പിച്ച സ്ഥലമാണ് സാക്ഷാൽ ഗുജറാത്ത്. എന്തൊക്കെ പുരോഗതി, എന്തൊക്കെ ഡെവലപ്മെന്റുകൾ അവിടെ പറഞ്ഞാലും ആ പാവപ്പെട്ട നിരപരാധികളായ കുട്ടികളുടെ രക്തത്തിന്റെ വില നൽകാൻ ഈ മനുഷ്യ പുരോഗതിക്ക് സാധിക്കുമോ? പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇസ്ലാമിനെ ദ്രോഹിച്ച ആളുകളോട് പോലും
അള്ളാഹുവിന്റെ റസൂലിന്റെ മതം ഇസ്ലാം നമ്മയോട് പഠിപ്പിച്ചത് അവർക്ക് മാപ്പ് കൊടുക്കുക, അവരോട് സ്നേഹത്തിൽ പെരുമാറുക. അവരെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ല. കാണുന്ന